ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ആൻറ്റി ഏജിങ്ങിനും ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ മസാജിങ് ടൂൾ പരിചയപ്പെടാം. ഓൾറെഡി എല്ലാവർക്കും അറിയാം ഗുവാഷ നമ്മളങ്ങ് മേടിച്ച് ഇപ്പം മാർക്കറ്റിൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. മേടിച്ചങ്ങ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഇതിന് ഗുണം എന്നതുപോലെ തന്നെ ദോഷവശങ്ങളുണ്ട്. തെറ്റായ രീതിയിൽ ഇതിനെ ഉപയോഗിച്ചാൽ നമുക്ക് അത് ദോഷമായിട്ട് വരും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇത് എങ്ങനെ യൂസ് ചെയ്താലാണ് ഇത് കൂടുതൽ നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നത്, റിവേഴ്സ് ആയിട്ടുള്ള വിപരീത ഫലം ഉണ്ടാകുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. നമുക്കത് ഉപയോഗിക്കേണ്ട രീതിയും അതായത് ബെനിഫിറ്റ്സും പീരിയഡ് അവസാനം നമ്മൾ ഇതെങ്ങനെ ഉപയോഗിക്കരുത്, എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇത് ദോഷമായിട്ട് വരിക എന്നുള്ളതും നമുക്ക് നോക്കാം. കാരണം ഇതറിയാതെ ഓടിപ്പോയി വാങ്ങിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഫലമല്ല, അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും തരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അത് വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലോണം മോയ്സ്ചറൈസർ ഇടണം. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളതല്ല, കുറച്ച് നമുക്കൊരു ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച ഒരു വാഷ ബ്ലേഡിൻ്റെ ആ ഒരു പാർട്ട് വെച്ച് നെക്ക് താഴേക്ക് നമുക്കിത് പതുക്കെ ജെൻറ്റ്ലി സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ, ഇട്ടിരിക്കുകയാണ്. എന്നാലാണ് ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ലെങ്താണ്. ഞാൻ മൊത്തം മസാജും ഇതിൽ കാണിക്കുന്നുണ്ടേ. അതായത് ഓരോ സൈഡ് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. ഇത്ര കൗണ്ട് വെച്ചിട്ട് ചെയ്യണം. നമ്മൾ 10 കൗണ്ട് വെച്ചിട്ട് ചെയ്യണം ഈച്ച് സൈഡ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിലെ ആ ഒരു ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോൺ ടെക്സ്ചറിങ് ചെയ്യാം. പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും പ്രഷർ പാടില്ല. അതായത് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അതനുസരിച്ച് അത് എഫക്റ്റ് ചെയ്യുകയും അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇതും 10 കൗണ്ട് വെച്ചിട്ട് ഈച്ച് സൈഡ് ചെയ്യണേ. ചെയ്ത് നമ്മൾ ആ പോയിന്റിൽ കൊണ്ടുപോയിട്ട് നിർത്തുക ചെയ്യണത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൽ നിന്ന് പോയിന്റിൽ നിന്ന് എടുത്ത് നമ്മൾ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഡൗണിലേക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അത് ലാസ്റ്റാണ് കാണിക്കണേ. പിന്നെ അതുപോലെ ഈ പോർഷൻ വെച്ചിട്ട്, അതായത് ഒരു വളവുള്ള ഒരു പോർഷൻ ഉണ്ട് ബ്ലേഡിന്, ആ പോർഷൻ വെച്ചിട്ട് നമ്മുടെ ചീക്ക് മുകളിലേക്ക് അപ്പ് സൈഡിലിട്ട് അപ്പ് ചെയ്യാൻ, അതും ആ ഒരു ചീക്ക് ബോണിൻ്റെ ആ ഒരു അടിയിൽ കൂടെ വന്നിട്ടാണ് ആ ചെറിയ പ്രഷർ പോകുന്നത് കേട്ടോ. വളരെ പ്രഷർ കുറച്ച് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന പോലല്ല, പ്രഷർ കുറച്ച് ചെയ്യണേ. പ്രത്യേകിച്ച് ഐസിൻ്റെ ഏരിയയിൽ ഒട്ടും പ്രഷർ ഉണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ മസിൽ വെരി ജെൻറ്റ്ലി ആയിരിക്കണം മസാജിങ് കേട്ടോ. അപ്പം ഐബ്രോസ്, ലിപ്പിൻ്റെ സൈഡ് അങ്ങനെയൊക്കെ. ഓക്കെ, ഗുവാഷയുടെ ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. പിന്നെ ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ള സൈഡ് വെച്ചിട്ട് 2 ഐബ്രോസിൻ്റെയും അറ്റത്തോട് എഡ്ജിൽ അങ്ങോട്ട് മുകളിലേക്ക് ചെറിയ പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യാൻ. പിന്നെ ഒരു വളഞ്ഞിരിക്കുന്ന സൈഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഏരിയ നമ്മൾ മസാജിങ് കൊടുക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഇത്രയും സ്പീഡിലൊന്നുമല്ല, ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ്. സ്പീഡ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പുള്ള സൈഡ് വെച്ചിട്ടാണ് ഐബ്രോസ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്നത് വന്നിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജ് കൊടുക്കുകയാണ്. ആ പോയിന്റിൽ നമ്മൾ താഴേക്ക് ഡ്രെയിനേജ് കൊടുക്കുന്നതാണ് കേട്ടോ. അതും 2 സൈഡിലും ഈക്വലി സിമെട്രിക്കലി ചെയ്യണം നമ്മൾ.
വീണ്ടും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. നമ്മളിപ്പം ഗുവാഷയുടെ ബ്ലേഡാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ റോളർ യൂസ് ചെയ്തിട്ട് മസാജിങ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ബിഗ് സൈഡിലെ വലിയ സൈഡ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചീക്ക് ബോണും കഴുത്തിൻ്റെ അടിയിലും, അതായത് നമ്മുടെ ഈ ഡബിൾ ചിൻ വരുമല്ലോ, ആ ഏരിയയിലൊക്കെ വന്നിട്ട് ചെറിയ പ്രഷർ കൊടുത്തിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജ് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ഇടുമ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇടുമ്പിച്ചാന്ന് പറയുന്നത് ചെറിയൊരു ഒരു എഡിമ ഉണ്ടാവുമല്ലോ നമുക്ക് ചിലപ്പോൾ മുഖത്തൊക്കെ, അതൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചീക്ക് എന്നിട്ട് അപ്പ് സൈഡ് മസാജ് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതും ഇതേപോലെ നല്ല സുഖമാണ്. അധികം പ്രഷർ കൊടുക്കേണ്ട, ജെന്റ്ലി ആ റോൾ അങ്ങനെ വരുന്നുണ്ട്. നല്ല മസാജിങ് ആണിത്. ഓൾ ഓവർ ദ ഫേസ് ആൻഡ് നെക്ക് നമ്മൾ മസാജ് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ശ്രദ്ധിക്കണം, മോയ്സ്ചറൈസർ ഉണ്ടാവണം. അല്ലാണ്ട് ഡയറക്റ്റ് സ്കിന്നിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്നും ചെയ്യരുത്. ഒന്നെങ്കിൽ ഓയിൽ, എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ക്യാരറ്റ് ഓയിൽ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എന്തും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. കുറച്ച് ഗ്രീസി ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അത് എങ്ങനെയാണോ നമ്മുടെ ഫേസിന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ചെയ്യാം കേട്ടോ. ഫോർഹെഡൊക്കെ നമ്മൾ അതേപോലെ മസാജിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ റോളർ വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ണിന് ചുറ്റും മസാജ് കൊടുക്കുന്നത്. അത് നല്ല ജെന്റ്ലി ആയിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ട് കൊടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് സ്പീഡായിട്ടൊക്കെ തോന്നുന്നതൊന്നും അല്ല. വളരെ സോഫ്റ്റായിട്ട്, വളരെ സ്പീഡ് കുറച്ചാണ് ഇത് ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഇതുപോലെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ലാസ്റ്റ് കൊടുക്കുകയാണെ. അതും ഒരു സൈഡല്ല, എല്ലാ സൈഡും കൊടുക്കണം. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും തുടക്കത്തിലുള്ള ഫേസും എൻ്റെ ഈ വീഡിയോ തീരുമ്പോഴുള്ള ഫേസും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും. അത് വിസിബിളായിട്ട് അപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീക്ക്ലി ടൈസൊക്കെ ആണെങ്കിലും ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസം കൈ കൊണ്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ഹാർഡായിട്ട് ചെയ്യരുത് ഒരിക്കലും. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഗുവാഷ സ്റ്റോൺ വെച്ചിട്ടുള്ള മസാജിങ് ഒക്കെ കഴിഞ്ഞു. എപ്പോഴും മസാജിന് ശേഷം നമ്മൾ ഈ സ്റ്റോൺസ് ക്ലീൻ ചെയ്ത് വെക്കണം. ഓയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ പിന്നീട് നമ്മളെടുത്ത് യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും പൂപ്പലോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് പ്രോബ്ലം ആകും. അപ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, ഓരോ യൂസ് കഴിഞ്ഞെങ്കിൽ. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ വീക്ക്ലി ട്വൈസ് വൺസൊക്കെ യൂസ് ചെയ്യും, ആഴ്ചയിൽ 1-2 ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഗുണമുണ്ട്, പക്ഷേ തെറ്റായ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അത് സ്കിന്നിന് അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ ഇതേ മസാജസ് നമുക്ക് നമ്മുടെ വിരലുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതാകുമ്പം ഡെയിലി ചെയ്യുന്നതിന് പ്രശ്നമില്ല കേട്ടോ. അതായത് ലിംഫാറ്റിക് ഡ്രെയിനേജും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിരലുകൾ വെച്ച് ഇതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസിയും, എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് സുഖമായിരിക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് പിന്നെ ഇതെങ്ങനെ ചെയ്താലാണ് നമുക്ക് ദോഷമായിട്ട് വരിക എന്നുള്ളത് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ വരികയും പിഗ്മെൻറ്റേഷൻ വരികയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളിത് ജെന്റ്ലി മസാജ് ചെയ്യണം. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട്, നമ്മൾ ഒട്ടും പ്രസ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ടുള്ള മസാജ് മാത്രമേ ഈ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫേസ് പിഗ്മെൻറ്റഡ് ആകും. കറുത്ത പാടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഡെയിലിയൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും അല്ലെങ്കിലും വരും. ഇത് പ്രസ് ചെയ്ത് ഒരിക്കലും ഓവർ പ്രസ് കൊടുത്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യരുത് ഫേസിൽ കേട്ടോ. അങ്ങനെ ചെയ്താലാണ് ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് കിട്ടുക, ഓപ്പോസിറ്റായിട്ടുള്ള റിസൾട്ട് വരുന്നത്. പിന്നെ മോയ്സ്ചറൈസറോ അതുപോലെ എന്തെങ്കിലും ഓയിലോ യൂസ് ചെയ്യാതെയും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ മസാജ് റിവേഴ്സ് സൈഡിലേക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ കൊടുത്തൊരു മസാജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, റിവേഴ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഡ്രെയിനേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ താഴോട്ടുള്ള മസാജ് കൊടുക്കുന്നത്. അല്ലാത്ത എല്ലാ മസാജും നമ്മൾ അപ്വാർഡാണ്, മുകളിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ ഈ ഒരു വീഡിയോ മാത്രമല്ല, ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി. നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന്
മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്കിൻ കെയർ ആണ് എല്ലാ പ്രായത്തിലും പെട്ട ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന സ്കിൻ കെയർ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ 30+ ഏജസ് ഉള്ളവർക്ക് റുട്ടീനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആൻറ്റി ഏജിങ്, ഈ റിങ്കിൾസും സാഗ്നസും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന, ഫുൾ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസും അതേപോലെ ഫേഷ്യൽ യോഗാസും അതേപോലെ ഇതേപോലെ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.